ഹലോ, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് സജിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തിരുപ്പതിയിലേക്കാണ് യാത്ര. അപ്പോൾ നമ്മൾ 34 സീറ്റ് ബസ്സായിട്ട് തന്നെയാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ പാർട്ടീനെ എടുക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. താല്പര്യപ്പെടുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫോളോ ചെയ്തിടുക. ഫേസ്ബുക്കിലും ഒപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു ട്രാവൽ വിത്ത് സജിൽ. അങ്ങനെ നമുക്ക് കൃത്യസമയത്ത് തന്നെ യാത്ര പുറപ്പെടാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ പാർട്ടീനെ എടുക്കാനായിട്ട് എത്തി. ഈ കാണുന്ന നമ്മുടെ സന്തോഷേട്ടനാണ്, അതായത് നമ്മുടെ ഓണർമാരിലൊരാളാണ്. ആളും കൂടി നമ്മുടെ കൂടെ നിന്ന് ട്രിപ്പിലുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കുറച്ച് വീഡിയോസും കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് കാശിനാഥ് അങ്ങനെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കാശിനാഥിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മുടെ അസിസ്റ്റൻ്റാണ് കാശിനാഥൻ. അപ്പോൾ അവനാണ് നമ്മുടെ ഇടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത്. ആൾ നല്ലൊരു എഡിറ്ററും കൂടിയിട്ടാണ് കേട്ടോ, കാരണം ഒരുപാട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ വിൻഡ് മില്ല് കൊണ്ടുപോകുന്നതിൻ്റെ, അതായത് ലീഫുകൾ കൊണ്ടുപോകുന്നതിൻ്റെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലാഗൊക്കെ ആയി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കൊരു 3500 രൂപയുടെ അടുത്ത് നമുക്ക് ഏകദേശം ടോള് വരുന്നുണ്ട് കേട്ടോ. മൊത്തം നമ്മൾ തിരുപ്പതി ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഏകദേശം 3500 ടോള് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ടോളും കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് നമ്മൾ പോയി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പുതിയ കുറേ ഹോട്ടലുകൾ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു. കാരണം ഇപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യത ഭയങ്കര കുറവാണല്ലോ, അപ്പോൾ അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കാട്ട്പാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഹോട്ടൽ വരുന്നത്. ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചത്. നല്ല അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു. മസാല ദോശ, ചായ, പിന്നെ അതുപോലെ തന്നെ അവരുടേതായ രീതിയിലുള്ള ചട്നി, ചമ്മന്തി, സാമ്പാർ, ഒരു വെറൈറ്റി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കേരള സ്റ്റൈലല്ല, നമ്മുടെ ആന്ധ്രാപ്രദേശ് സ്റ്റൈൽ വേറൊരു സ്റ്റൈലാണ്. അപ്പോൾ നല്ല അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു തിരുപ്പതിയിലേക്ക്. അങ്ങനെ തിരുപ്പതി ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാൻ വീഡിയോയിൽ ഞാൻ പറയാം. അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ നമ്മൾ എടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആധാർ കാർഡ് വെച്ചിട്ട് മുൻകൂട്ടി ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ദർശനം വളരെ എളുപ്പമാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ വഴിയെ പറയാം. അപ്പോൾ ഈ കാണുന്ന ജനത്തിരക്ക് ഫ്രീ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. ഏകദേശം 8 മുതൽ 12 കിലോമീറ്ററോളം ദൂരം ഈ വരിക്കുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. നമ്മുടെ ഓണർ സന്തോഷേട്ടനാണ് ആൾ ദർശനത്തിനായിട്ട് പോയപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. രാവിലെ നമ്മൾ എണീറ്റ് നല്ല അടിപൊളി കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് അവിടുത്തെ പാർക്കിങ്ങിലുള്ളൊരു ചായക്കട. പിന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ദോശ, ഇഡ്ഡലി, പൂരി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ കിട്ടുള്ളൂ. മറ്റേ നമ്മുടെ നാട്ടിലെ പോലെ ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ അധികം കിട്ടില്ല. പിന്നെ നമുക്ക് ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ടൗണിലൊക്കെ കിട്ടുന്നതായിരിക്കും. വരുന്നവർ പാക്കേജിൽ വരിക, അത് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ തിരുപ്പതി യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ തിരുപ്പതി യാത്രയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുപ്പതി വരുന്നവർ പാക്കേജ് ട്രിപ്പ് പരമാവധി വരാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇവിടെ കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ ഡയറക്റ്റ് തിരുമലയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതല്ല വലിയ വാഹനങ്ങൾ വരുന്നവരാണെങ്കിൽ ഇവിടെ പാർക്കിംഗ് വരെ നിങ്ങൾക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് പോകണമെങ്കിൽ ഈ ബാലാജി ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരുപാട് തിരക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ നാളേക്കോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ട്രിപ്പിൽ നിങ്ങൾക്ക് ഈ സ്ഥലം കാണാനായിട്ട് പറ്റുള്ളൂ. തിരുമലയിൽ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വരുന്നവർ ഒരു 2 പകലെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ മാത്രം വരിക. അപ്പോൾ ഇവിടെ ഒരുപാട് റൂമുകൾ അവൈലബിൾ ആണ്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും റൂമുകളൊക്കെ അവൈലബിൾ ആണ്, ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടുന്ന് വണ്ടികളുണ്ട്. അത്തരത്തിലുള്ള സപ്തഗിരി എന്ന് പറയുന്നിട്ടുള്ള ബസ്സുകളാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നത്. നിസ്സാര ചാർജുള്ളൂ. പിന്നെ പോകുന്നവർ പരമാവധി ലഗേജ് ഒഴിവാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലഗേജായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ നമുക്ക് പോകും. അപ്പോൾ നിങ്ങളൊരു കാരണവശാലും അങ്ങനെ പോകുന്നവരാണെങ്കിൽ ലഗേജ് പരമാവധി ഒഴിവാക്കുക. അങ്ങനെ നമ്മുടെ തിരുപ്പതി ദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാളഹസ്തി എന്ന് പറയുന്ന അമ്പലം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയത് നമ്മൾ കാളഹസ്തി അമ്പലത്തിലേക്കാണ്. ഇതിനിടയ്ക്ക് നമുക്ക് ഗോൾഡൻ ടെമ്പിൾ, പിന്നെ അതുപോലെ കാണിപ്പക്കം, ഇങ്ങനെയുള്ള ഒരുപാട് അമ്പലങ്ങൾ ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ അമ്പലങ്ങളൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ കാളഹസ്തി ഈ ട്രിപ്പിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഏകദേശം ഒരു 55 കിലോമീറ്ററോളം ഏകദേശം ഉണ്ട്. 45 മുതൽ 55 കിലോമീറ്റർ വരെ ഏകദേശം ഉണ്ട് നമ്മുടെ തിരുപ്പതിയിൽ നിന്ന് ഏകദേശം ഉണ്ട് അങ്ങോട്ടേക്ക്. നല്ല അടിപൊളി റോഡുകളും കാര്യങ്ങളൊക്കെയാണ്.
അതൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ അവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ ഭയങ്കര വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളൊന്നും ഹൈവേകൾ അധികം ഇല്ല, ധാബകളാണ് കൂടുതൽ. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു ഫാമിലി ധാബയിൽ വണ്ടി നിർത്തി, ഹാപ്പി ഫാമിലി ധാബ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അവിടെ മലമുകളിൽ തീ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നോൺ വെജിറ്റേറിയൻ ആണ്. പോകുമ്പോൾ നമ്മൾ ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നെങ്കിലും തിരിച്ച് വരുമ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻ ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അടിപൊളി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അടിപൊളി ഭക്ഷണമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ കിട്ടുന്ന ഒരു ശൈലിയിലല്ല. റൊട്ടി, പിന്നെ അതുപോലെ തന്നെ ഈ ബട്ടർ ചിക്കൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ നല്ല അടിപൊളി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അടിപൊളി ഭക്ഷണം തന്നെയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പോകുന്നവർ ഒരുപാട് ധാബകളുണ്ട്, ധാബകൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് നമ്മളെത്തി. കേരളത്തിലേക്ക് എത്തിയപ്പോൾ ഉള്ള അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലുകളുടെ പരിമിതികളുണ്ടായിരുന്നു, ഗ്യാസ് ഇല്ല, അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പുതിയൊരു ഹോട്ടൽ പരിചയപ്പെടുത്താണ്. പുതിയതല്ല, ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഈ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ള ഒരു ഹോട്ടലാണിത്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഹോട്ടലാണെങ്കിലും ഇവിടുത്തെ ഭക്ഷണം അടിപൊളിയാണ്. രുചി എന്ന് പറഞ്ഞാൽ അടിപൊളി രുചിയാണ്. ഈ കാണുന്നത് വെള്ളയപ്പം, അതൊരു കടലക്കറി, പിന്നെ തലക്കറി എന്ന് പറയും. തലക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ മീനിൻ്റെ തലക്കറിയല്ല, ആടിൻ്റെ തലക്കറിയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഈ കടയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വിറകടുപ്പിലാണ് ഇവർ തയ്യാറാക്കുന്നത്, ഗ്യാസിൻ്റെ പരിപാടിയില്ല. രാജേഷേട്ടൻ്റെ കട എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ യാക്കര പാലം മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ വഴിക്ക് തൃശ്ശൂർക്ക് പോകുമ്പോൾ യാക്കര പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുന്നവരാണെങ്കിൽ കടയിൽ കയറുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. രാജേഷേട്ടൻ നല്ല അടിപൊളി ഭക്ഷണമാണ് ആൾ നമുക്ക് തരുന്നത്, 100% ഗ്യാരണ്ടി തരാം. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ പാലക്കാട് യാക്കര പാലം കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ടാണ് ഈ സ്ഥാപനം വരുന്നത്. ഈ വഴിക്ക് പോകുന്നവർ ഈ കട നോക്കി വെക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഇറങ്ങുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഒക്കെ ഭയങ്കര ടൈറ്റ് വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോട്ടലുകളായിരിക്കും ഇനി നമുക്ക് കൂടുതൽ എന്താ പറയുക ഒരു കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ വന്നവരോട് നമ്മൾ അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും അങ്ങനെ റിവ്യൂ നമ്മൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉടനെ തന്നെ അവർ അടുത്ത ട്രിപ്പ് നമ്മളെ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ട്രിപ്പ് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോ എത്തിക്കുക. അടുത്തൊരു മനോഹരമായ യാത്രാ വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, ട്രാവൽ വിത്ത് സജിൽ.